മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് UDFന് വോട്ട് ചെയ്ത വലിയ നിഷ്പക്ഷ പൊതുസമൂഹമുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി പാർട്ടിയിലെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഇത്തരം വിവാദങ്ങളിൽ അവരൊക്കെ വലിയ തോതിൽ വിഷമമുള്ളവരാണ്, നിരാശയുള്ളവരാണ്. അവർ വ്യത്യസ്ത തലങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് കൂടിയാവണം KPCC പ്രസിഡന്റ് ഒരാഴ്ച മുമ്പ് തന്നെ പരസ്യമായ പ്രതികരണങ്ങളിലേക്കും ചേരിപ്പോരിലേക്കൊക്കെ പോകുന്നത് വിലക്കിക്കൊണ്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. VD സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തല ആയാലും ഒക്കെ അവർക്ക് പദവികളിലേക്ക് വരാനോ കോൺഗ്രസിൽ മുന്നോട്ട് പോകാനോ ഒന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ദലാളുമാരുടെയോ ഗ്രൂപ്പ് മാനേജർമാരുടെയോ ഒന്നും ഒരു തരത്തിലുള്ള സേവനവും ആവശ്യമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസ്സിൽ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അത്തരം പരിവേഷം ആർജിച്ച നേതാക്കളാണ് അവരൊക്കെ. അപ്പോൾ പക്ഷെ ചില ആളുകൾ തങ്ങളാണ് ഇതിൻ്റെയൊക്കെ വക്താക്കൾ, തങ്ങളുടെ ശ്രമഫലമാണ് ഇത്തരം മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ, അവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ പൊതുസമൂഹത്തെയും UDFന് വോട്ട് ചെയ്ത അനുഭാവികളെയും വലിയ ജനസമൂഹത്തെയൊക്കെ നിരാശയിലാഴ്ത്തുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് മാനേജർമാർക്കും ദലാളുമാർക്കും ഒന്നും പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഇടവും ഇല്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ വികാരം. അത് മാനിക്കുന്നത് അവർക്കൊക്കെ നന്നാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF അനുഭാവമില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാ വോട്ട് ചെയ്യുമ്പോഴും CPMൻ്റെ ഈ നരേറ്റീവ് ഉണ്ട്. അവർ നാളെ തമ്മിൽ തർക്കിക്കും, അവർ അധികാരത്തിന് വേണ്ടി വടംവലി പിടിവലിയൊക്കെ ഉണ്ടാവുമെന്നൊക്കെയുള്ള CPM നരേറ്റീവിനെ അതിജീവിച്ചുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്ത് മണിക്കൂറുകൾ അല്ലെങ്കിൽ മഷി ഉണങ്ങും മുമ്പ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു നിരാശയുണ്ടാകും. അത് എന്നോടൊക്കെ തന്നെ നിരവധിയായ ആളുകൾ നേരിട്ടും അല്ലാതെയൊക്കെ ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതൊരു പാർട്ടിക്ക് ഗുണകരമല്ല. നേതാക്കളുടെ മെറിറ്റൊന്നും പുതുതായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ പ്രസ്താവ്യങ്ങളായ കാര്യമാണ്. അത് ഉചിത സമയത്ത് ഏതെങ്കിലും ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാവാൻ കഴിയുള്ളൂ അധികാരത്തിൽ വരുമ്പോൾ. അത് ഉചിത സമയത്ത് വളരെ കൃത്യമായ ഒരു നിലപാട് പാർട്ടി നേതൃത്വം കൈക്കൊള്ളും. അപ്പോൾ അതിനു മുമ്പ് നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ടുണ്ടാക്കുന്ന വാർത്തകളൊക്കെ അതൊക്കെ ദുരുദ്ദേശപരമാണ്.